ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകൾ ഉള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബേസ് ഫോം ആണ് ബി എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ ആയിരിക്കും അല്ലെ ഉണ്ടായിരിക്കുക. ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഞാൻ സന്തോഷവാനായിരിക്കും, ഞാൻ ഹാപ്പി ആയിരിക്കും, അതെങ്ങനെ പറയുക എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബിയുടെ മുന്നിലായിട്ട് ബേസ് ഫോമിന് മുമ്പിൽ വിൽ എന്ന് വയ്ക്കും. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടതുപോലെ ഞാൻ എഴുതും, റൈറ്റ് എന്ന ബേസ് ഫോമിന് മുമ്പിൽ വിൽ വയ്ക്കുമ്പോൾ വിൽ റൈറ്റ്, ഞാൻ എഴുതും എന്ന് കിട്ടും. അതുപോലെ ആയിരിക്കുക, ബിയുടെ മുന്നിൽ വിൽ വെച്ചാൽ വിൽ ബി, ആയിരിക്കും. ഞാൻ സന്തോഷവാനായിരിക്കും, ഐ വിൽ ബി ഹാപ്പി, ഐ വിൽ ബി ഹാപ്പി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ചോദ്യം ഉണ്ടാക്കിയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദ്യം ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ്. അപ്പൊ ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ, വിൽ ബി, രണ്ട് വാക്കുകളുണ്ട്, ആയിരിക്കും എന്ന് കിട്ടാൻ. അപ്പൊ എളുപ്പമാണ്, കാരണം രണ്ട് വാക്കുകളുണ്ട്. വില്ല് കൊണ്ടൊന്ന് മുന്നിലിടുക, എന്നിട്ട് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേക്കുക. വിൽ ഐ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കുമോ, ഞാൻ ഹാപ്പി ആയിരിക്കുമോ. അപ്പൊ ഇത് തന്നെയാണ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഐ, വി, യു, ഹി, ഷീ, ദേ, ഇതെല്ലാത്തിനും ഇത് തന്നെ ഉപയോഗിക്കുന്നത്, വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ എളുപ്പമാണ് നമുക്ക് കുറെ കൂടി. ഇതൊന്ന് നോക്കാം. വിൽ ഐ ബി ഹാപ്പി, വിൽ ഐ ബി ഹാപ്പി, വിൽ ഐ ബി ഹാപ്പി. ഇത് ഉപയോഗിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. വിൽ ഐ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കുമോ, അല്ലെങ്കിൽ കുറെ കൂടി എളുപ്പം ഞാൻ ഹാപ്പി ആയിരിക്കുമോ. മനസ്സിലായില്ലേ, ഞാൻ ഹാപ്പി ആയിരിക്കുമോ. വിൽ ഐ ബി സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ ഐ ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ ഐ ബി കൈൻഡ്, ഞാൻ ദയുള്ളവനായിരിക്കുമോ. ഇനി വി വെച്ചല്ലേ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വിൽ യു ബി ഹാപ്പി, വിൽ വി ബി ഹാപ്പി, വിൽ വി ബി ഹാപ്പി. നമ്മൾ സന്തോഷവാന്മാരായിരിക്കുമോ, സന്തോഷവാന്മാരായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ. വിൽ യു ബി സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ യു ബി പങ്ക്ച്വൽ, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ വി ബി കൈൻഡ്, നമ്മൾ ദയുള്ളവരായിരിക്കുമോ. യു വെച്ച് നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, ഇതൊക്കെ മലയാളത്തിൽ നമുക്ക് യുവിന് അർത്ഥമായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒറ്റവാക്കിയുള്ളൂ. ഇത് എപ്പോഴും പ്ലൂറല അല്ലേ, അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. വിൽ യു ബി ഹാപ്പി, വിൽ യു ബി ഹാപ്പി, നീ ഹാപ്പി ആയിരിക്കുമോ, അല്ലെങ്കിൽ നിനക്ക് സന്തോഷമായിരിക്കുമോ, അല്ലെങ്കിൽ നീ സന്തോഷവാനായിരിക്കുമോ. സ്ത്രീ ആണെങ്കിൽ നീ സന്തോഷവതി ആയിരിക്കുമോ. മലയാളത്തിൽ നമുക്ക് പല വാക്കുകൾ വരും, പക്ഷെ ഇംഗ്ലീഷിൽ ഹാപ്പി എന്ന് മാത്രമേ ഉള്ളൂ. വിൽ യു ബി സ്മാർട്ട്, നീ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ യു ബി പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ യു ബി കൈൻഡ്, നീ ദയുള്ളവനായിരിക്കുമോ. ഹി വെച്ച് എല്ലാം ഒരുപോലെ തന്നെയാണ്. വിൽ ഹി ബി ഹാപ്പി, അവൻ ഹാപ്പി ആയിരിക്കുമോ, അവന് സന്തോഷമായിരിക്കുമോ, അല്ലെങ്കിൽ അവൻ സന്തോഷവാനായിരിക്കുമോ. വിൽ ഹി ബി സ്മാർട്ട്, അവൻ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ ഹി ബി പങ്ക്ച്വൽ, അവൻ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ ഹി ബി കൈൻഡ്, അവൻ ദയുള്ളവനായിരിക്കുമോ. ഷീ വെച്ച് അതുപോലെ തന്നെയാ. വിൽ ഷീ ബി ഹാപ്പി, അവൾക്ക് സന്തോഷമായിരിക്കുമോ, അല്ലെങ്കിൽ അവൾ ഹാപ്പി ആയിരിക്കുമോ. വിൽ ഷീ ബി സ്മാർട്ട്, അവൾ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ ഷീ ബി പങ്ക്ച്വൽ, അവൾ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ ഷീ ബി കൈൻഡ്, അവൾ ദയുള്ളവളായിരിക്കുമോ. ദേ വെച്ച് അവർ. വിൽ ദേ ബി ഹാപ്പി, അവർ സന്തോഷവാന്മാരായിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കുമോ, അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കുമോ. വിൽ ദേ ബി സ്മാർട്ട്, അവർ സ്മാർട്ട് ആയിരിക്കുമോ. വിൽ ദേ ബി പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ ആയിരിക്കുമോ. വിൽ ദേ ബി കൈൻഡ്, അവർ ദയുള്ളവരായിരിക്കുമോ. അതുപോലെ ഇവ വെച്ച് നമുക്ക് നോക്കാം. വിൽ ഐ ബി എ സക്സസ്, വിൽ ഐ ബി എ സക്സസ്, വിൽ ഐ ബി എ സക്സസ്. നമ്മളൊരു പുതിയ ജോലി ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എനിക്ക്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വിൽ ഐ ബി എ സക്സസ്, വിൽ ഐ ബി എ, ഞാനൊരു വിജയമായിരിക്കുമോ. വിൽ ഐ ബി എ ഫെയിലിയർ, ഞാനൊരു പരാജയമായിരിക്കുമോ. നമ്മളങ്ങനെ ചോദിക്കില്ല, അത് തന്നെ. വിൽ ഐ ബി എ സക്സസ്, ഞാനൊരു വിജയമായിരിക്കുമോ. വിൽ ഐ ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതത്ര സുഖമുള്ള വാചകമല്ല. ഞാനൊരു വലിയ നേട്ടമായിരിക്കുമോ, അങ്ങനെ നമ്മൾ പറയാറില്ല അല്ലെ. അപ്പൊ അങ്ങനെ അർത്ഥമില്ലാതെ തോന്നുന്ന വാചകങ്ങൾ ഉപേക്ഷിച്ചേക്കുക. വിൽ ഐ ബി എ ഫെയിലിയർ, ഞാനൊരു പരാജയമായിരിക്കുമോ. അതുപോലെ ഇവയെല്ലാം വെച്ച് പറയാം. അപ്പൊ ഇത് വെച്ച് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ എപ്പോഴും നോക്കണേ. നമുക്ക് ഇറ്റ് വെച്ച് നോക്കാം. ഇറ്റ് എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഇത്, അതിന്റെ അർത്ഥം അതാണ്. Will it be a success? Will it be a success? Will it be a success? Will it be a success?
അത് ഒരു വിജയമായിരിക്കുമോ അല്ലെങ്കിൽ ഇത് ഒരു വിജയമായിരിക്കുമോ? നമ്മൾ അങ്ങനെ ചോദിക്കില്ലേ? വിൽ ഇറ്റ് ബി എ സക്സസ്? ഒരാൾ വലിയൊരു ഐഡിയ ആയിട്ടൊക്കെ വരികയാണ്, അപ്പൊ നമ്മളത് കേട്ടതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ് അതൊരു വിജയമായിരിക്കുമോ? വിൽ ഇറ്റ് ബി എ സക്സസ്? വിൽ ഇറ്റ് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്? അത് വലിയൊരു നേട്ടമായിരിക്കുമോ? വിൽ ഇറ്റ് ബി എ ഫെയിലിയർ? വിൽ ഇറ്റ് ബി എ ഫെയിലിയർ? വിൽ ഇറ്റ് ബി എ ഫെയിലിയർ? അതൊരു പരാജയമായിരിക്കുമോ? അപ്പൊ നമ്മൾ ഇങ്ങനെ വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വാചകമാണ് കണ്ടത്. ചോദ്യം ഉണ്ടാക്കുന്നതാണ്. ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അല്ലെ ചോദ്യം വിൽ ഐ ബി ഹാപ്പി? വിൽ ഐ ബി ഹാപ്പി? ഞാൻ സന്തോഷവാനായിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കുമോ? പല രീതിയിൽ മലയാളത്തിൽ പറയാം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ ഈ ഒഴുക്ക് കിട്ടത്തുള്ളൂ. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ആദ്യം പറയാം, മറ്റേ ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം മലയാളത്തിലും ഇംഗ്ലീഷിലും പറയണം. അങ്ങനെ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്താൽ ഇതിനെ മറക്കത്തില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി 2 വാചകങ്ങൾ കൂടിയുണ്ട്. നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇനി എപ്പോഴും പറയുന്ന പോലെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വേർബ്സ് എങ്കിലും എല്ലാ ദിവസവും പഠിക്കണം. ഈ 4 ഫോംസ് ശരിക്കും പഠിക്കണം. ഇത് വെച്ചുള്ള കളിയാണ്, എളുപ്പം പഠിക്കാനും, കാരണം ഒത്തിരി വാക്കുകൾ നമുക്കറിയാം ഇല്ലേ? ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്,
അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിൽ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ED എന്നോ D എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രീഡ്, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗൺഡ്, ഡ്രൗൺഡ്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. Harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.